ആപ്പിൾ കമ്പനിയുടെ സിഇഒ ആയിരുന്ന സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്റ്റീവ് ജോബ്സ് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ കുരുത്തക്കേട് കാരണം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്റ്റീവ് ജോബ്സിന് സ്കൂൾ ഒരു ബോറിംഗ് ആയിരുന്നു. അവന് ഈ ABCD പഠിത്തവും അതുപോലെ ഈ ഹോംവർക്കും അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. ടീച്ചർമാരെ പണിഷ് ചെയ്യുമ്പോ അവൻ കൂടുതൽ ദേഷ്യക്കാരനായി മാറുമായിരുന്നു. അപ്പോ ഇത്രയും വികൃതിയായിരുന്ന ആ കുട്ടിയാണ് പിന്നീട് ആപ്പിൾ കമ്പനിയുടെ സിഇഒ ആയി മാറിയത്. അപ്പോ ഈ ഒരു ഉദാഹരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള കുട്ടികളിലും പൊട്ടൻഷ്യലും ഉണ്ട്, അവർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചർമാർ ക്ലാസ്സിൽ കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെ വളരെ മോശമായ രീതിയിൽ, അതായത് നീ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ലടാ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നോക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ കുട്ടികൾ കാണിക്കുന്ന കുരുത്തക്കേടൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? നമുക്ക് ക്ലാസ് എടുക്കണ്ടേ? ശരിയാണ്, നമുക്ക് ക്ലാസ് എടുക്കണം. ഇങ്ങനെ വല്ലാതെ കുരുത്തക്കേട് കാണിച്ച് കുട്ടികൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഈ വികൃതി കുട്ടികളെ ചെറിയ തോതിലെങ്കിലും എങ്ങനെ അടക്കിയിരുത്താം എന്നതിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അതിനുള്ള ഐഡിയാസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ടേക്ക് എ പോസ്. ആദ്യം തന്നെ നിങ്ങൾ ക്ലാസ്സിൽ നല്ലോണം കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെ കണ്ടിന്യൂസ് ഒരാഴ്ച ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ആ കുട്ടി കാണിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ക്ലാസ്സിൽ ഇതുപോലെ കുരുത്തക്കേട് കളിക്കുന്ന 3-4 കുട്ടികൾ ഉണ്ടാവാം. ഇവരുടെ ഒക്കെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ടോക്ക് പേഴ്സണലി. പിന്നീട് നിങ്ങൾ ടീച്ചർമാർ ചെയ്യേണ്ട കാര്യം, അങ്ങനെയുള്ള കുട്ടികളെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോ ടീച്ചർമാരോ ഒന്നും കേൾക്കാതെ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് തന്നെ ഒന്ന് ഉപദേശിക്കുക. ഉപദേശം എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കണം: മോന് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി അച്ഛനെയും അമ്മയൊക്കെ സഹായിക്കണ്ടേ? പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒച്ച എടുത്താല് ടീച്ചർക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ടേ? അപ്പൊ നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. നാളെ മുതൽ ഞാൻ നിനക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ തരും, അപ്പൊ നീ അതൊക്കെ ചെയ്ത് ടീച്ചർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികളോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഇത്രയും ദിവസം നിങ്ങൾ കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളോട് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. സ്നേഹത്തിന്റെ ഭാഷയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ, അല്ലെ? അങ്ങനെ ആയിരിക്കും ടീച്ചർമാരുടെ ഒരു മെന്റാലിറ്റി. അപ്പൊ ഇനി മുതൽ നിങ്ങൾ പുതിയ ടീച്ചർമാർ എന്ത് ചെയ്യണം? ഇതുപോലെ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളെ സ്പെഷ്യലായിട്ട് വിളിച്ചൊന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ ഒന്ന് ഉപദേശിച്ച് നോക്കൂ. അപ്പൊ നിങ്ങളുടെ ഇത്രയും കാലം ഉണ്ടായ ആ ഷൗട്ടിങ് രീതി ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതുപോലെ നിങ്ങൾ കുട്ടികളോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ ഇങ്ങനെ പെരുമാറുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? അവർക്ക് പറയാൻ അവസരം കൊടുക്കുക. അതുപോലെ അവരൊരിക്കലും കുറ്റപ്പെടുത്താനും പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ ഒന്ന് മാറ്റുക. ആക്ടിവിറ്റി മെത്തേഡിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക. ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിലേക്ക് വരിക. അടുത്തതായി, ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ മുൻ ബെഞ്ചിൽ തന്നെ ഇരുത്തണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം. അവരുടെ നോട്ട്ബുക്കിൽ അവരെന്താണ് എഴുതുന്നത് എന്ന് ചെക്ക് ചെയ്യണം. മോനെ, നീ എഴുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കുട്ടിയോട് അന്വേഷിക്കണം. അപ്പൊ കുട്ടിക്ക് ടീച്ചർ എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലും തനിക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ഇത്തരം കുട്ടികളെ പീരീഡ് മുഴുവൻ എൻഗേജ്ഡ് ആക്കി ഇരുത്തുക. അതിനുവേണ്ടി അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയോ വർക്ക്ഷീറ്റോ ഒക്കെ അവർക്ക് കൊടുക്കുക. ഇപ്പൊ മാത്സിന്റെ ഒക്കെ പീരീഡ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാല് കുട്ടികളോട് നോട്ട് ബുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് പെൻസിൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുക. ശരിക്കും കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനെ കുട്ടികളെ ഉപദേശിച്ച് റെഡിയാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. പിറ്റേ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ റൂൾസും അതുപോലെ പണിഷ്മെന്റും കൃത്യമായിട്ട് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കരുത്, സംസാരിക്കരുത്, പറഞ്ഞത് അനുസരിക്കാതിരുന്നാലുള്ള പണിഷ്മെന്റ്, ഇവയൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പല കുട്ടികളുടെയും മിസ്ബിഹേവിങ് ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ടാവും. അതുപോലെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. നോട്ട്ബുക്ക് കളക്ഷൻ, അത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കുക. അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യിക്കുക. ഞാൻ പറയുന്നത് പോലെ നാളെ നല്ല കുട്ടിയായി ഇരുന്നാൽ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കംപ്ലൈന്റും പ്രിൻസിപ്പലിനോടോ അതുപോലെ പേരൻസിനോടോ ഒന്നും പറയില്ല എന്നും കുട്ടികളോട് പറയണം. ഇതുവരെ ഉള്ളതുപോലെയല്ല, നാളെ മുതൽ നീ നല്ല കുട്ടിയാവണം എന്നൊക്കെ കുട്ടിയോട് പറയണം. ശരിക്കൊരു തുറന്ന സംസാരമാണ് കുട്ടിയുമായിട്ട് ഉണ്ടാവേണ്ടത്. ഒരു 2 ദിവസമെങ്കിലും എന്തായാലും കുട്ടി അനുസരിക്കാതിരിക്കില്ല.
ഇതുപോലെ കുട്ടി നിങ്ങളുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രൈസ് കൊടുക്കുക, അവൻ അല്ലെങ്കിൽ അവള് ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടുപിടിച്ച് മോട്ടിവേറ്റ് ചെയ്യുക. കുട്ടികളോട് ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറയുക. ടീച്ചറും അതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിറ്റേ ദിവസം തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ അസൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യുക. അപ്പൊ കുട്ടിക്ക് തോന്നും നമ്മുടെ ടീച്ചർ നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള ഒരു ടീച്ചർ തന്നെയാണ്, അപ്പൊ നമ്മളും അതുപോലെയൊക്കെ തന്നെ ആവണം എന്നൊരു തോന്നല് കുട്ടികൾക്കും ഉണ്ടാവും. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ വഴക്ക് പറയുകയാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ അതൊന്നും മാറ്റിയിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്ന് ഉപദേശിച്ച് നോക്കുക. എന്തായാലും ഒരു ചെറിയ മാറ്റമെങ്കിലും കുട്ടികളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.